This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last session, we had discussed about some sample problems from probability theory, and today we are going to discuss on we are going to introduce a new topic, that is theorems of probability. പ്രോബബിലിറ്റിക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില തിയറംസിനെ പറ്റിയാണ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന സാമ്പിൾ പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷനാണിത്. അപ്പോൾ പ്രോബബിലിറ്റി തിയറിയിൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള രണ്ട് തിയറംസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് അഡീഷൻ തിയറം ആൻഡ് സെക്കൻഡ് വൺ ഈസ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. അപ്പോൾ രണ്ട് തിയറംസ് ആണ് നമ്മൾ പ്രോബബിലിറ്റിക്കകത്ത് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിയറം ഈസ് അഡീഷൻ തിയറം വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ തിയറം എന്ന് പറഞ്ഞൊരു തിയറം ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറഞ്ഞൊരു തിയറം ഉണ്ട്. അപ്പോൾ ഈ രണ്ട് തിയറംസിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഡിഫറെൻറ്റ് കേസസിലാണ് തിയറംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യ സെഷനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡീഷൻ തിയറത്തിനെ പറ്റിയാണ്. വാട്ട് ഈസ് അഡീഷൻ തിയറം? Addition theorem states that when A and B are two events, A യും B യും രണ്ട് events ആണെങ്കിൽ, then case 1 is P probability of A union B. A യും B യും രണ്ട് events ആണ്. നമുക്ക് A യും B എന്തായാലും എടുക്കാം, രണ്ട് സെറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അങ്ങനെയെങ്കിൽ രണ്ട് സെറ്റുകൾക്ക് എന്തുണ്ട്, യൂണിയൻ ഉണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്. രണ്ട് സെറ്റുകൾ നമ്മൾ പല ഓപ്പറേഷൻസും ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ. അതായത് രണ്ട് ഇവൻസ് മീൻസ് ഇഫ് എ ആൻഡ് ബി ആർ ടു ഇവൻസ് മീൻസ് ദിസ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്. ഏതൊരു ഇവൻറ്റിനെ എനിക്ക് സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏതൊരു ഇവൻറ്റുകൾ തമ്മിലേക്ക് എന്ത് ചെയ്യാം, സെറ്റ്സിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഇവൻസ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് യൂണിയൻ ഓഫ് ടു ഇവൻസ്, ഇൻ്റർസെക്ഷൻ ഓഫ് ടു ഇവൻസ്, ഡിഫറൻസ് ഓഫ് ടു ഇവൻസ്, കോംപ്ലിമെൻറ്റ് ഓഫ് ആൻ ഇവൻറ്റ്. ഇതെല്ലാം തന്നെ എവിടെ പോസിബിളാണ്? എയും ബിയും സെറ്റ്സ് ആയതുകൊണ്ട് തന്നെ അവയുടെ ഇടയിലും ഈ ഓപ്പറേഷൻസ് എല്ലാം തന്നെ പോസിബിൾ ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ദിസ് ഇസ് കേസ് 1 when A and B are not mutually exclusive. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്ത കേസുകളിൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? If A and B are two events, then A and B are said to be mutually exclusive if one prevents the occurrence of the other or both the events does not occur simultaneously. രണ്ട് ഇവൻസും ഒരുപോലെ ഒക്കർ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റേ ഇവൻറ്റിൻ്റെ ഒക്കറൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുവെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദോസ് ടു ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇവിടെ അത് തന്നെയാണ്, എയും ബിയും രണ്ട് ഇവൻറ്റ്സ് ആണ്. ആൻഡ് ദീസ് two events are considered to be not mutually exclusive. Mutually exclusive അല്ല എന്നിരിക്കട്ടെ. അതായത് these two events can occur simultaneously. ഒരുപോലെ ഒരേ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒക്കർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇവയുടെ ഈ രണ്ട് ഇവൻറ്റ്സിനെ നമ്മൾ ഓരോ സെറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവയ്ക്ക് തമ്മിൽ എന്തുണ്ടാവാം, ഇന്റർസെക്ഷൻ അഥവാ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദെർഫോർ ഈ രണ്ട് ഇവൻറ്റ്സിൻ്റെയും ഇന്റർസെക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ പോസിബിൾ ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി when A and B are not mutually exclusive. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നതിന് പകരം ഈ യൂണിയനും ഇൻ്റർസെക്ഷനും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വേറെ രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് യൂണിയൻ ക്യാൻ ബി written as or and intersection can be taken as and. യൂണിയന് പകരം or എന്നും ഇൻ്റർസെക്ഷന് പകരം and എന്നും നമ്മൾ കൊടുത്താലും സെയിം മീനിങ് ആണ് അത് കൺവേ ചെയ്യുന്നത്. Therefore addition theorem can be also stated as when two events A and B are not mutually exclusive, P of A or B is equal to P of A plus P of B minus P of A and B. അപ്പോൾ എയും ബിയും രണ്ട് ഇവൻസ് ആണെങ്കിൽ എ അല്ലെങ്കിൽ ബി സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, അതാണ് P of A or B. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അല്ലേ. അപ്പോൾ എയും ബിയും രണ്ട് ഇവൻസ് ആണെങ്കിൽ എ അല്ലെങ്കിൽ ബി സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് P of A plus P of B minus P of A intersection B. And case 2, കേസ് 1 എന്തിൻ്റെ ബേസിലായിരുന്നു? ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നതിൻ്റെ ബേസിസിലായിരുന്നുവെങ്കിൽ കേസ് 2 ഈസ്
such that when A and B are mutually exclusive, A and B mutually exclusive ആണെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ P of A or B or P of A union B is equal to P of A plus P of B ആയിരിക്കും. കാരണം രണ്ട് ഇവൻസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഈ രണ്ട് ഇവൻസ് ഒരുമിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവില്ല അല്ലേ. ദാറ്റ് ഈസ് A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ A ഇന്റർസെക്ഷൻ B ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് ഈവൻസ് അല്ലെങ്കിൽ രണ്ട് സെറ്റ്സിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്ന അങ്ങനെ ഒരു സെറ്റ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 0 ആണ്. സോ ഈ ഫസ്റ്റ് കേസിനകത്ത് ഈ ടേം പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്ന ടേം എന്തായി പോകും? 0 ആയി പോവുകയും ആൻഡ് ഹെൻസ് when A and B are mutually exclusive we can say that probability of A union B is equal to probability of A plus probability of B, or simply probability of A or B is equal to probability of A plus probability of B. That is, there does not arise the case of probability of A intersection B. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് അഡീഷൻ തിയറത്തിനെ പറ്റിയായിരുന്നു. അഡീഷൻ തിയറത്തിനകത്ത് രണ്ട് കേസുകളാണ് പറഞ്ഞത്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോഴും എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്തപ്പോഴും രണ്ട് ഇവൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളപ്പോഴും സൈമൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ലാത്തപ്പോഴും രണ്ടും രണ്ട് കേസായിട്ട് നമ്മൾ അഡീഷൻ തിയറത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. ദാറ്റ് ഈസ് when A and B are two events, probability of A or B is equal to, or എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് മിക്കപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയായിരിക്കും? തന്നു കഴിഞ്ഞാൽ അത് മിക്കപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് അഡീഷൻ തിയറത്തിനെ ആയിരിക്കും. സോ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി whenever A and B are not mutually exclusive, and probability of A or B is equal to probability of A plus probability of B whenever A and B are mutually exclusive. So ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എന്താണ് അഡീഷൻ തിയറം എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. Let's move on to the problems. First question. The probability that the company executive will travel by train is 2/3 and that he travel by plane is 1/5. What is the probability of his traveling by train or plane? എന്താ പറയുന്നത്? ഒരു കമ്പനി എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രാവൽ ചെയ്തു. അപ്പോൾ ട്രെയിനിലും ട്രാവൽ ചെയ്യാം, പ്ലെയിനിലും ട്രാവൽ ചെയ്യാം. ദ പ്രോബബിലിറ്റി ഓഫ് ട്രാവൽ ബൈ ട്രെയിൻ ഈസ് 2/3. ട്രെയിനിൽ ട്രാവൽ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 2/3 ആണ്. അറ്റ് ദ സെയിം ടൈം ട്രാവലിംഗ് ബൈ പ്ലെയിൻ ദ പ്രോബബിലിറ്റി ഈസ് 1/5. Then what is the probability of traveling by train or plane? അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗമാണ് അത് ഇമ്പോർട്ടൻറ്റ്. ട്രെയിൻ ഓർ പ്ലെയിൻ. അവിടെ ഓർ എന്ന് പറയുന്ന വാക്കൊന്നിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ട്രെയിനിൽ ട്രാവൽ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 2/3 പ്ലെയിനിൽ ട്രാവൽ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/5 ആണെങ്കിൽ ട്രെയിനിൽ അല്ലെങ്കിൽ പ്ലെയിനിൽ ട്രാവൽ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്ര? അതായത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ നമുക്ക് രണ്ട് ഇവൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവയിൽ ഏതെങ്കിലും ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്ര? ദാറ്റ് ഈസ് ആൻസർ നമ്മൾ എഴുതാം. ലെറ്റ് എ ഇസ് ഈക്വൽ ടു, എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇസ് ഈക്വൽ ടു ട്രാവലിംഗ് ബൈ ട്രെയിൻ. ജസ്റ്റ് എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത്, എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് മാത്രം നമുക്ക് ഒരു ഇവൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതിനകത്ത് ആ ബേസിക് ആയിട്ടുള്ള ഐഡിയ വന്നാൽ മാത്രം മതി. ഫുള്ളായിട്ടുള്ള സെൻറ്റൻസ് വേണമെന്നൊന്നുമില്ല. Again, and event B is equal to traveling by plane. So അങ്ങനെ ഇതെന്തൊക്കെ തന്നിരിക്കുന്നത്? Probability that the company executive will travel by train, that is probability of traveling by train ആണ് ആദ്യം തന്നിരിക്കുന്നത്. That is P of A is given as 2/3 and that he travel by plane, that is probability of traveling by plane, that is P of B is equal to 1/5 and we are
we are asked the question that what is the probability of his traveling by train or plane? That is ട്രെയിനിൽ ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ പ്ലെയിനിൽ ട്രാവൽ ചെയ്യാനുള്ള പ്രോബിലിറ്റി. That is we are supposed to calculate the value of probability of A or B. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവലിംഗ് ബൈ ട്രെയിൻ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവലിംഗ് ബൈ പ്ലെയിൻ. സോ ഈ ലാസ്റ്റ് സെൻറ്റൻസ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഫോമാറ്റ് എഴുതി കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് ട്രാവലിംഗ് ബൈ ട്രെയിൻ ഓർ ട്രാവലിംഗ് ബൈ പ്ലെയിൻ അല്ലേ? നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ എ ഓർ ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർ എന്ന് പറയുന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഹിയർ വി ക്യാൻ യൂസ് ദ അഡീഷൻ തിയറം അല്ലേ? അപ്പോൾ അഡീഷൻ തിയറം രണ്ടെണ്ണം ഉണ്ടല്ലേ? ഫസ്റ്റ് തിയറം മീൻസ് വെൻ ടു ഇവൻറ്റ്സ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ആൻഡ് സെക്കൻഡ് തിയറം മീൻസ് സെക്കൻഡ് കേസ് ഇസ് ബേസ്ഡ് ഓൺ ടു ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ? രണ്ട് ഇവൻറ്റ്സും ഒരുമിച്ച് ഒക്കർ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദീസ് ടു ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാം എ ഇൻ്റർസെക്ഷൻ ബി എന്താവരുത്? എ ഇൻ്റർസെക്ഷൻ ബി എന്താവണം? 0 ആവണം. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇവിടെ എ എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ്? ട്രാവലിംഗ് ബൈ ട്രെയിൻ. ബി എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ്? ട്രാവലിംഗ് ബൈ പ്ലെയിൻ. എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട് ഇവൻറ്റ്സ് ഒരുമിച്ച് ഒക്കർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ട്രാവലിംഗ് ബൈ പ്ലെയിൻ ഒരുമിച്ച് ഈ രണ്ട് ഇവൻറ്റ്സും ഒക്കർ ചെയ്യുമോ എന്നാണ് നോക്കുക. ഒരുമിച്ച് ഈ രണ്ട് ഇവൻറ്റ്സും ഒക്കർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റർസെക്ഷൻ്റെ പോസിബിലിറ്റി ഉണ്ട്. ഒക്കർ ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റർസെക്ഷൻ ഇല്ല. ഇൻ്റർസെക്ഷൻ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പോൾ ഈ കേസിൽ ഒരാൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നു, ഒരാൾ അതേ ആൾ തന്നെ പ്ലെയിനിലും ട്രാവൽ ചെയ്യുന്നു. രണ്ടും ഒരുമിച്ച് ഒക്കർ ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് ഒരാൾക്ക് ട്രെയിനിലും അതേ സമയം തന്നെ പ്ലെയിനിലും ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി, A intersection B traveling in train as well as in plane at the same time. അതിൻ്റെ പ്രോബിലിറ്റി എന്താണ്? അത് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇവിടെ 0 ആണ്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ ഏത് കേസാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അവിടുത്തെ ആ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് അനുസരിച്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതായത് ഇവിടെ നമ്മളുടെ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? ട്രാവലിംഗ് ബൈ ട്രെയിനും ട്രാവലിംഗ് ബൈ പ്ലെയിനും. അപ്പോൾ ഈ രണ്ട് ഇവൻറ്റ്സും സൈമൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യുമെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യുമ്പോൾ നമുക്ക് പറയണം എന്തുണ്ട്? ഇൻ്റർസെക്ഷൻ പോസിബിൾ ആണെന്ന് പറയാം. പക്ഷേ ഈ കേസിൽ എന്താണ്? സൈമൾട്ടേനിയസ് ആയിട്ട് ഇവൻറ്റ്സ് തമ്മിൽ ഒക്കർ ചെയ്യില്ല. ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം ട്രാവലിംഗ് ബൈ പ്ലെയിൻ രണ്ടും എന്തല്ല? ഒരുമിച്ച് സൈമൾട്ടേനിയസ് ഒക്കറൻസ് അവിടെ പോസിബിൾ അല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദ പ്രോബിലിറ്റി ഓഫ് intersection B is equal to 0 and hence we can choose the സെക്കൻഡ് കേസ്. അത് നമുക്ക് പറയാം ഇവിടെ എയും ബിയും രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. അഥവാ എ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ ഒക്കറൻസ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ് ബി. ദാറ്റ് ഈസ് ട്രാവലിംഗ് ബൈ ട്രെയിൻ. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഒക്കറൻസ് ഓഫ് ട്രാവലിംഗ് ബൈ പ്ലെയിൻ ഓർ വൈസ് വേഴ്സ. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആണ്. അങ്ങനെയെങ്കിൽ പി ഓഫ് എ ഓർ ബി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? പി ഓഫ് എ ഓർ ബി is equal to P of A plus P of B. That is equal to 2 by 3 plus 1 by 5. That is 10 plus 3 by 15 or 13 by 15. So നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവൻറ്റ്സിനെ നമ്മൾ എടുത്തെഴുതി അതിനുശേഷം അവയുടെ തന്നിട്ടുള്ള ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി എഴുതി എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നും എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ആ ഓർ എന്ന് പറയുന്നത് അഡീഷൻ തിയറം, ഓർ എന്ന് പറയുന്ന വാക്ക് കണ്ടപ്പോൾ മനസ്സിലായി അഡീഷൻ തിയറമാണ് യൂസ് ചെയ്യേണ്ടത്. ആ അഡീഷൻ തിയറത്തിൻ്റെ രണ്ട് കേസുകൾ നമ്മൾ അനലൈസ് ചെയ്തു. ഇവിടെ ഇൻ്റർസെക്ഷൻ അഥവാ മ്യൂച്വലി ആ തന്നിരിക്കുന്ന ഇവൻറ്റ്സ് തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ല എന്നുള്ളത് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ഓർ ബിയുടെ പ്രോബിലിറ്റി ഓഫ് എ ഓർ ബിയുടെ ഫോർമുല എഴുതി കാൽക്കുലേഷൻ നടത്തി. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഇൻ ഡ്രോയിങ് 1 card from a pack of 52 cards,
find the probability of a single probability that a single draw will be either a face card or a spade card. എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കാർഡിനെ 52 കാർഡ്സിൽ നിന്നും ഒരു കാർഡിനെ ഡ്രോ ചെയ്യണം. And we have to find the probability that a single draw will be either a face card or a spade card. ഒരു 52 കാർഡിൽ നിന്നും ഒരു കാർഡ് നമ്മൾ എടുക്കുമ്പോൾ അത് ഒന്നുകിൽ ഒരു ഫേസ് കാർഡ് മീൻസ് ജാക്ക്, കിങ്, ക്വീൻ, ആ ഫേസ് കാർഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്പെയ്ഡ് കാർഡ് ആയിരിക്കണം. അപ്പോൾ അത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി അഥവാ പ്രോബബിലിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു കാർഡ് 52 കാർഡ്സിൽ നിന്നും ഒരു കാർഡ് ഡ്രോ ചെയ്യുന്നു അല്ലേ. അപ്പോൾ കാർഡ്സ് 52 കാർഡ്സിൻ്റെ ആ ഒരു കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ചില പ്രോബബിലിറ്റി അവർ എടുത്തു പറയാത്തത്. ആ ക്ലാസിഫിക്കേഷൻ ആ കാറ്റഗറൈസിങ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. 52 കാർഡ്സ് എത്ര റെഡ് കാർഡ്സ്, എത്ര ബ്ലാക്ക് കാർഡ്സ്, അതിനകത്ത് എത്ര എണ്ണം ഹാർട്ട്, എത്ര എണ്ണം ഡയമണ്ട്, എത്ര എണ്ണം സ്പേഡ്, എത്ര എണ്ണം ക്ലബ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ആ ഓരോ കാർഡ്സിനെയും പറ്റിയുള്ള ഓരോ കാർഡ്സിനെയും പ്രോബബിലിറ്റി ആ ഒരു ഫിഗർ ഉണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ് വരച്ച് തന്നത്. അപ്പോൾ ആ ഫിഗർ ഒന്ന് മനസ്സിലിരുന്നാൽ മാത്രമേ പ്രോബബിലിറ്റിയെ പറ്റി പെട്ടെന്ന് നമുക്ക് ഐഡിയ കിട്ടാനായിട്ട് പറ്റും. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് we have to find the probability that single draw will be either a face card or a spade card. അപ്പോൾ A or B എന്നുള്ളത് എന്താ വന്നേക്കുന്നത്, ഫേസ് കാർഡ് ഓർ സ്പേഡ് കാർഡ് ആണ് അല്ലേ. സോ ഫസ്റ്റ് ഇവൻറ്റിനെ നമുക്ക് ഡ്രോയിങ് എ ഫേസ് കാർഡ് എന്നും സെക്കൻഡ് ഇവൻറ്റിനെ നമുക്ക് ഡ്രോയിങ് എ സ്പേഡ് കാർഡ് എന്നും എടുക്കാം. സോ ലെറ്റ് ദ ഇവൻറ്റ് എ is equal to drawing a face card and that of event B is equal to drawing a spade card. We have to find the probability that the single draw will be either a face card or a spade card. That is probability of drawing a face card or a spade card. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബിക്ക് നമ്മൾ രണ്ട് ഡെഫിനേഷൻസാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ആൻഡ് ബി, അല്ലെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് പറയുന്ന ഡെഫിനേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് പി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് എ എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് അതിനുശേഷം ഈ എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ എ ആൻഡ് ബി വരുമ്പോഴാണല്ലോ നമുക്ക് ഏതാണ് ചൂസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ, അത് ഏത് കേസാണ് ചൂസ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ എത്രയാണെന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ഫേസ് കാർഡ്. ഒരു ഫേസ് കാർഡ് ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്ര അല്ലേ. അതായത് ഫേസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയാണ്, ജാക്ക്, കിങ്, ക്വീൻ, ഇത്രയാണ് നമ്മളുടെ ഫേസ് കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ 52 കാർഡ്സിനകത്ത് രണ്ട് സെക്ഷൻ, രണ്ട് ഇവിടെ റെഡും ബ്ലാക്കും. അതിൽ റെഡിനകത്ത് ഹാർട്ടും ഉണ്ട്, ഡയമണ്ടും ഉണ്ട്, ബ്ലാക്കിനകത്ത് സ്പെയ്ഡും ഉണ്ട്, ക്ലബും ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ സെക്ഷൻ, അതായത് ഹാർട്ടിനകത്താണേലും 3 ഫേസ് കാർഡ്സ് ഉണ്ട്, ഡയമണ്ടിനകത്തും 3 ഫേസ് കാർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ സ്പെയ്ഡിനകത്തും 3 ഫേസ് കാർഡ്സ് ഉണ്ട്, ക്ലബിനകത്തും 3 ഫേസ് കാർഡ്സ് ഉണ്ട്. Therefore പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ഫേസ് കാർഡ്, ഒരു ഫേസ് കാർഡിനെ ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? അതായത് നമ്മളുടെ ടോട്ടലായിട്ടുള്ള 52 കാർഡ്സിൽ നിന്നും ഒരു ഫേസ് കാർഡിനെ ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ഫേസ് കാർഡ് is equal to total of number of favorable outcomes by total number of possible outcomes. Total number of possible outcomes എത്രയാണ് ഇവിടെ? 52 ആണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, ഈ 52 കാർഡ്സിൽ എത്ര ഫേസ് കാർഡ്സ് ഉണ്ട് അവിടെ? 3 × 4, 3 കാർഡ്സ് വെച്ച് ആ 4 സെക്ഷനിൽ ഹാർട്ട്, സ്പെയ്ഡ്, ഡയമണ്ട്, ക്ലബ്ബ്, ഈ 4 സെക്ഷനിലുമായിട്ടും 3 ഫേസ് കാർഡ്സ്. ടോട്ടൽ എത്ര ഫേസ് കാർഡ്സ് ഉണ്ട്? there are 12 ഫേസ് കാർഡ്സ് are there. So that is P of A. Again we have to find P of B. P of B എന്താണ്? Probability of drawing a spade card.
അല്ലേ, is equal to അവിടെയും number of favorable cases by total number of possible cases. ഇവിടെ total number of possible cases 52 ആണ്. And the number of favorable cases 52 കാർഡുകളിൽ എത്ര എണ്ണമാണ് സ്പേഡ് കാർഡ്സ് നമുക്കുള്ളത്? There are 13 spade cards. ബ്ലാക്കിനകത്ത് 13 spade cards, 26 ബ്ലാക്ക് കാർഡ്സിനകത്ത് 13 spade cards ആണ് നമുക്കുള്ളത്. Therefore, out of 52, there are 13 favorable cases. Hence, the probability of drawing a spade card is 13 by 52. And now we have to check whether there is a possibility of intersection. That is, A and B എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് ഒരേ സമയം ഒരു കാർഡിന് അല്ലെങ്കിൽ ഒരേ സമയം ഈ രണ്ട് ഇവൻസും ഒക്കർ ചെയ്യാനായിട്ട് സാധിക്കുമോ? ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന ഇവൻ്റ് എന്തായിരുന്നു? ഡ്രോയിങ് എ ഫേസ് കാർഡ്. ബി എന്നുള്ള ഇവൻ്റ് എന്തായിരുന്നു? ഡ്രോയിങ് എ സ്പേഡ് കാർഡ്. സോ എ ആൻഡ് ബി എന്നുള്ള ഇവൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡ്രോയിങ് എ ഫേസ് കാർഡ് ആൻഡ് സ്പേഡ് കാർഡ്. അപ്പോൾ ഫേസ് കാർഡ് അല്ലെങ്കിൽ സ്പേഡ് കാർഡ് ആയിരിക്കുന്ന ഒരു ഫേസ് കാർഡിന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് A and B. Here A and B means drawing a face card and spade card. ഒരേ സമയം ഫേസ് കാർഡും സ്പേഡ് കാർഡും ആയിരിക്കുന്ന കാർഡുകളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഡ്രോ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതിൻ്റെ പ്രോബിലിറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നോക്കുക, നമ്മളെ 52 കാർഡ്സിനകത്ത് റെഡ് കാർഡ്സും ബ്ലാക്ക് കാർഡ്സും എത്ര വെച്ചും 26 വെച്ചുണ്ട്. റെഡ് കാർഡ്സ് 13 ഹേർട്ട് ആൻഡ് ഡയമണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കാർഡ്സും 13 സ്പേഡ് ആൻഡ് ക്ലബ് ഉണ്ട് അല്ലേ. അപ്പോൾ സ്പേഡ് കാർഡ്സിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. സ്പേഡ് കാർഡ്സ് 13 എണ്ണം ഉണ്ട് അല്ലേ. ഈ 13 സ്പേഡ് കാർഡ്സിൽ ഫേസ് കാർഡ്സ് ഉണ്ടോ എന്ന് നോക്കുക അല്ലേ. അപ്പോൾ ഏതൊരു കാർഡ്സിനകത്താണ്, ഏത് സെറ്റ് ഓഫ് 13 കാർഡ്സിനകത്ത് എന്തുണ്ട്? ഫേസ് കാർഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പേഡ് കാർഡിൻ്റെ സെറ്റിനകത്ത് എന്തുണ്ട്? ഈ ഫേസ് കാർഡ്സ് കാണുന്നത്. അതായത് സ്പേഡ് കാർഡ്സ് ടോട്ടൽ എത്ര എണ്ണമാണ്? 13 ആണ്. ഏതൊക്കെയാണ്? എയ്സ് ഉണ്ട്, 2, 3, 4, 5, 6, 7, 8, 9, 10 ആൻഡ് ദെൻ ജാക്ക്, കിങ് ആൻഡ് ക്വീൻ. സോ ഈ ടോട്ടലായിട്ടുള്ള ആ 52 കാർഡ്സിൽ സ്പെയ്ഡ് ആയിട്ടുള്ള ഫേസ് കാർഡ്സ് എത്ര എണ്ണമാണുള്ളത്? 3 എണ്ണമാണുള്ളത് അല്ലേ. സോ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നൊരു ടേം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എ ആൻഡ് ബി ഉണ്ടാവണം അല്ലേ. അപ്പോൾ എ ആൻഡ് ബി ഉണ്ടോ? അതായത് സ്പെയ്ഡ് കാർഡ് ആയിട്ടുള്ള ഫേസ് കാർഡ്, സ്പെയ്ഡ് കാർഡ്സിനകത്ത് എന്തുണ്ട്? ഫേസ് കാർഡ്സ് ഉണ്ട്. അതായത് ഒരേ സമയം സ്പെയ്ഡും ഫേസ് കാർഡ്സുമായിട്ടുള്ള കാർഡ്സ് ഒക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. Therefore we can say that these two events are not mutually exclusive and hence there arise the probability of A and B. That is probability of drawing a face card and spade card and probability അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. which is equal to നമ്മുടെ ഫോർമുല number of favorable cases by total number of possible cases. ഇവിടെ ടോട്ടൽ പോസിബിൾ കേസ് എത്രയാണ്? ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ നിന്നാണ് നമ്മളൊരു കാർഡ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ പോസിബിൾ കേസസ് ഈസ് 52. ആൻഡ് ഓൾസോ അതിനകത്ത് നമ്മളുടെ ഫേവറബിൾ കേസ് വരണമെങ്കിൽ എന്ത് വരണം? ഒരേ സമയം സ്പെയ്ഡ് കാർഡും ഫേസ് കാർഡുമായിട്ടുള്ള പോസിബിലിറ്റി വരണം. ഒരേ സമയം സ്പെയ്ഡും ഫേസുമായിട്ടുള്ള എത്ര കാർഡ്സ് ആണുള്ളത്? സ്പേഡ് കാർഡ്സിനകത്തെ 3 കാർഡ്സായ ഏതൊക്കെയാണ്? ജാക്ക്, കിങ്, ക്വീൻ. Therefore number of favorable cases is 3. So probability of a face card and spade card is 3 by 52. So we can say that അവിടെ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? P of A and B എന്ന് പറയുന്ന ഒരു കേസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ we can consider case 1. That is probability of A or B is equal to probability of A plus probability of B minus probability of A and B. ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore probability of A or B is equal to probability of A, that is 12 by 52 minus probability of B, that is plus 13 by 52 minus probability of A and B, that is 3 by 52, which is equal to 12 plus 13, 25 minus 3, 22 by 52. So the probability of drawing a card which is either a face card or a spade card is 22 by 52. So
സോ നമ്മളിന്ന് പഠിച്ചത് അഡീഷൻ തിയറം, നമ്മുടെ പ്രോബബിലിറ്റി തിയറിക്കകത്ത് 2 തിയറംസിനെ പറ്റിയാണ് പഠിച്ചത്. അത് ഫസ്റ്റ് തിയറമായ അഡീഷൻ തിയറത്തിനെ പറ്റിയാണ് നമ്മളിന്ന് ഡീൽ ചെയ്തത്. ആ തിയറം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, 2 കേസായിട്ട് നമ്മൾ പറഞ്ഞു. മ്യൂച്വൽ എക്സ്ക്ലൂസീവ്നെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിസിൽ നമ്മൾ അഡീഷൻ തിയറത്തിനെ 2ആയിട്ട് തിരിച്ചു. ഏതൊക്കെയായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി, ആൻഡ് ഓൾസോ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. അപ്പോൾ 2 കേസുകളുടെയും ബേസിൽ 2 പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. സോ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് നിങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.